അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട ഹബീബുമാരെ, ഇന്ന് ഞങ്ങൾ ഹസന ഉംറ സംഘം അബ്ദുല്ലാഹിബിൻ ഉമർ തങ്ങളുപ്പാപ്പയുടെ ദർബാറിലേക്കാണ് സിയാറക്ക് പോകുന്നത്. അബ്ദുല്ലാഹിബിൻ ഉമർ തങ്ങളുപ്പാപ്പ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, മുത്തബിഉ സുന്നയാണ്. മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അതുപോലെ പകർത്തിയവർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അല്ലാഹുവിൻ്റെ മകനാവുന്ന അബ്ദുല്ലാഹിബിൻ ഉമർ തങ്ങളുപ്പാപ്പയുടെ ദർബാറിലേക്കാണ്. അബ്ദുല്ലാഹിബിൻ ഉമർ തങ്ങളുപ്പാപ്പയുടെ ദർബാറാണ് ആ കാണുന്ന കെട്ടിനകത്ത് കാണുക. ഇത് അവരുടെ വീടാണെന്ന് പറയപ്പെടുന്നു. ഓക്കെ, അതെന്തായാലും ഓക്കെയാണ്. ഇത് പറയപ്പെടും, കാരണം ഇത് കെട്ടി വെച്ചിട്ടില്ലേ. ഇത് കെട്ടിച്ച് കാണുമ്പോൾ തന്നെ ഇതിനെന്തോ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് പൊളിച്ചു പോകേണ്ടതല്ലേ. ഏതായാലും അബ്ദുല്ലാഹിബിൻ ഉമർ തങ്ങളുപ്പാപ്പയുടെ ദർബാർ നമ്മൾ സ്പെഷ്യലായി സിയാറ വരാൻ തന്നെ കാരണം, മഹാനവറുകൾ വലിയ മുത്തബിഉ സുന്നയായിരുന്നു. ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങളുടെ സ്വഹാബത്തുകളിൽ പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ടവരുണ്ട്, ഒരു മിഡിൽ ക്ലാസ്സൊക്കെ ഉണ്ട്. അവരിൽ പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ടവരിൽ പെട്ട ഒരാളായിരുന്നു അബ്ദുല്ലാഹിബിൻ ഉമർ തങ്ങളുപ്പാപ്പ, ഉമർ റളിയല്ലാഹു അൻഹു മോന്. മഹാനവറുകൾ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയായിരുന്നോ ജീവിച്ച് അതുപോലെ ജീവിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചു, അതുപോലെ ജീവിച്ചൊരു വ്യക്തിയും കൂടെയായിരുന്നു. ഒരു ചരിത്രങ്ങൾ ഒരിടത്ത് കാണാം. മഹാനവറുകൾ ഒരിക്കൽ ഒരു യാത്ര ഇങ്ങനെ പോവാം, മുമ്പ് നടന്നു പോകുന്ന സംഘമാണ്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ നടക്കുന്നുണ്ട്. പെട്ടെന്ന് കൂന്നിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ കൂടെയുള്ളവർ ചോദിച്ചു, എന്താണ് തങ്ങളിങ്ങനെ താഴ്ന്ന് നടക്കാൻ കാരണം? ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നവരോട് ഈ അബ്ദുല്ലാഹിബിൻ ഉമർ തങ്ങളിപ്പോൾ പറഞ്ഞ മറുപടി എന്താ അറിയോ? എൻ്റെ ഹബീബും ഞാനും ഇതുവഴി പോകുന്ന സമയം, അന്ന് കാലത്ത് ഒട്ടകത്തിൽ പോവുകയായിരുന്നു. അന്നിവിടെ പോകുമ്പോൾ ഒരു മരം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ആ മരം തൂങ്ങി നിൽക്കുമ്പോൾ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മരത്തിനും ബുദ്ധിമുട്ടാവരുത്, യാത്രക്കും ബുദ്ധിമുട്ടാവരുത്, തങ്ങൾ എന്ത് എന്തായിരുന്നു എന്തായാലും പറയാം, കൂന്നല്ല പറയുന്നത്, കുമ്പിട്ടു, കുനിഞ്ഞ്. ഇത് ഏതെങ്കിലും ഒന്ന് പിടിക്കി, എല്ലാം കൂടി പ്രശ്നമാവും. അപ്പോൾ കുനിഞ്ഞു കുമ്പിട്ടു. ഓക്കെ, അങ്ങനെ പോയിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ഹബീബ് അന്ന് പോയപ്പോൾ ഇതുപോലെ ചെയ്തു, ആയതിനാൽ ഞാനും വഴി പോകുമ്പോൾ അങ്ങനെ ചെയ്യുന്നു എന്ന് ഈ മുത്തബിഉ സുന്നയായ അബ്ദുല്ലാഹിബിൻ ഉമർ തങ്ങളിപ്പോൾ പറഞ്ഞു. നമ്മൾ ചിന്തിക്കണം, ആരംഭപ്പൂവിന് ആ രൂപത്തിൽ അനുകരിക്കാൻ കഴിയാന്നുള്ളത്. ഒരു സ്ഥലത്ത് പോയപ്പം അവരത് പെട്ടെന്ന് നടക്കുന്നുണ്ട്. പിന്നീട് അതേ ഒരു യാത്രയിൽ പെട്ടെന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് തങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് നടക്കുന്നത്? എൻ്റെ ഹബീബിൻ്റെ കൂടെ ഞാൻ ഒരിക്കൽ പോകുന്ന സമയത്ത് എൻ്റെ ഹബീബും സ്വഹാബത്തും ഇവിടുന്ന് പെട്ടെന്ന് നടന്നിരുന്നു എന്നുള്ളതും കാണാം. ചുരുക്കി പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെല്ലാം ചെയ്തു, എങ്ങനെയെല്ലാം ചെയ്തു, എല്ലാം അതുപോലെ പകർത്തി ആരംഭപ്പൂവിനോട് അതിയായ മഹബത്ത് വെച്ചിരുന്ന ഒരാളായിരുന്നു അബ്ദുല്ലാഹിബിൻ ഉമർ തങ്ങളുപ്പാപ്പ. എത്രത്തോളം ചോദിച്ചാൽ ഉമർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ ഇങ്ങനെ കരയുമായിരുന്നു, ഖബറും നരകമെല്ലാം ചിന്തിച്ചുകൊണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഈ ഖുർആനത്തെല്ലാം കേൾക്കുമ്പോഴേ, ആ സമയത്ത് മുമ്പത്തെ സൊഫിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കരയുമ്പോൾ അത് മൂന്നാം സൊഫിൽ ഇരുന്നു കൊണ്ട് ഈ അബ്ദുല്ലാഹിബിൻ ഉമർ തങ്ങളുപ്പാപ്പാക്ക് കേൾക്കാമായിരുന്നു. അതായത് ബാക്കിയുള്ള കേൾക്കുക, അവരുടെ ആത്മീയ ബന്ധത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ രൂപത്തിൽ വലിയ പദവി നേടിയെടുത്തവരായിരുന്നു. 12-ാം വയസ്സിലാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 12-ാം വയസ്സോ 13-ാം വയസ്സിലേറ്റ് ആദ്യമായി ഉഹദ് യുദ്ധം നടക്കുന്നത്. ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്ത് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇറങ്ങിപ്പോകാൻ തയ്യാറായി. അങ്ങനെ ആ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ തന്നപ്പോൾ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളെ കൊണ്ടാൻ പറ്റൂല. വല്ലാത്ത വിഷമായി, ചെറിയ കുട്ടിയാ, എന്നിട്ട് വല്ലാത്ത വിഷമായി. അങ്ങനെ തങ്ങൾ വിഷമത്തോടെ ആ യുദ്ധത്തിൽ നിന്ന് ആരംഭിപ്പോൻ്റെ വാക്ക് കേട്ടുകൊണ്ട് പിന്മാറി. അടുത്തൊരു യുദ്ധം വരെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹുനൈൻ യുദ്ധം, ഏതൊരു യുദ്ധം വരുമ്പോൾ അപ്പോഴേക്കും മഹാനവറുകൾ പിന്നീട് മുമ്പന്തിയിൽ ഇരുന്നു കൊണ്ട് ആ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു എന്നും ചരിത്രങ്ങൾ കാണാം. മദീനത്തെ പള്ളിയിൽ നമ്മൾ പരിശുദ്ധ കഅബാലയം പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഹജ്ജാജ് ബിൻ യൂസുഫ് എന്നൊരു ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവർ 400 സ്വഹാബത്തിനെ വധിച്ചിരുന്നു പറഞ്ഞിരുന്നോ? അതില്ല, അടച്ചവനെ വേറെ നിന്നെ അന്നപ്പോക്കല്ല ഹജർ വസം മുത്താനുള്ള തിരക്കല്ലേനൊന്ന്. സോ അത് എപ്പോഴാണ് മുത്ത കഅബ പരിചയപ്പെടുത്തി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്കും മുത്തലെപ്പോഴായിരുന്നു ശരിക്കും ഇങ്ങനെ നടന്നു പോലെ പറയാണ്ടായിരുന്നു. അപ്പോൾ പരിശുദ്ധമായ കഅബാലയത്തിന് ഒരു ഡോറുണ്ട്, നമ്മൾ അതേപോലത്തെ ഡോറ് ബാക്കിലുണ്ടായിരുന്നു. എവിടെ? റുക്നുൽ യമാനിൻ്റെ അവിടെ. ആ റുക്നുൽ യമാനിൻ്റെ അവിടെ ഉണ്ടായിരുന്ന വാതിൽ എടുത്തു കളഞ്ഞത് ഈ ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറയുന്നവരാ. 400ഓളം സ്വഹാബത്തിനെ വധിച്ചവരായിരുന്നു അവർ. അന്ന് വലിയ ക്രൂരനായിരുന്നു. പക്ഷേ പിൻകാലത്ത് ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും കൂടുതൽ ആസാറുകൾ സൂക്ഷിച്ച വലിയ മഹാനായിട്ടുണ്ട്, വലിയ ഭാഗ്യവാനായിട്ടുണ്ട്. അവർ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ പ്രസംഗിക്കുക.
അപ്പം ഈ ഹജ്ജാജ് ബിൻ യൂസുഫ് ഇങ്ങനെ പ്രസംഗം കണ്ടപ്പോൾ ഈ ഇബ്നു ഉമർ തങ്ങൾ പാപ്പാക്ക് എന്തായി സഹിച്ചില്ല കണ്ട. കാരണം മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ പലരെ വേദനിപ്പിച്ചല്ലേ. അവർ ആ സഭയിൽ ചെന്നുകൊണ്ട് ഈ ഇബ്നു ഉമർ തങ്ങൾ പാപ്പ എന്ത് ചെയ്തു, നേരെ ഹജ്ജാജ് ബിൻ യൂസുഫിനെതിരെ സംസാരിച്ചുകൊണ്ട് ആ സഭയിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് ചരിത്രങ്ങളിൽ കാണാം. അതിനുശേഷം വലിയ ആക്രമണത്തിലായിരുന്നത്ര ഈ ഇബ്നു ഉമർ തങ്ങൾ പാപ്പ ഈ ലോകത്തോട് വിട പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വലിയൊരു മഹാൻ ദർബാറാണ്. ആ ദർബാർ കാണേണ്ട അള്ളാഹു മഹാന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളൊക്കെ ജീവിതം ഖൈറിലാക്കുമാറാവട്ടെ. ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമി. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുപ്പാപ്പയുടെ ദർബാർ അപ്പുറത്തുണ്ട്. ഇത് അവർ താമസ വീടാന്നൊക്കെ പറയപ്പെടുന്നു. അല്ലാഹു അലം. ഏതായാലും ഇവിടുത്തെ ചരിത്രങ്ങളെല്ലാം കണ്ടു, കേട്ടു, അറിഞ്ഞു. മുത്തബിഉ സുന്നയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുപ്പാപ്പയുടെ ദർബാർ സിയാറ ചെയ്യാൻ വന്നു. അൽഹംദുലില്ലാഹ്. ഈ കാണുന്നതാണ്, ഇവിടെയാണ് അവരുടെ മഖ്ബറ സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് സന്തോഷമായി. കാരണം പരിശുദ്ധമായ ഉംറ യാത്രയിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുക എന്ന് പറഞ്ഞാൽ പൊതുവെ കുറവുള്ളതാണ്. നമ്മുടെ കൂടെ വന്ന എല്ലാവർക്കും ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും പോകാൻ അവസരം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മളെല്ലാവരും അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുപ്പാപ്പയോട് സലാം പറഞ്ഞു. അങ്ങനെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും,